അടുത്ത കാലങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് അമുക്കുരം അഥവാ അശ്വഗന്ധ. സോളനേസി കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണിത്. ആയുർവേദത്തിൽ വളരെ പ്രശസ്തമായ ഒരു സസ്യമാണിത്. അത്ഭുതകരമായ കഴിവുള്ള ഔഷധമായാണ് അമുക്കുരത്തെ ആയുർവേദത്തിൽ കണക്കാക്കുന്നത്. ലോകമെമ്പാടും ഇത് ലഭ്യമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഉപയോഗിക്കപ്പെട്ടു വരുന്ന അമുക്കുരത്തെ ഇന്ത്യൻ ജിൻസങ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇതിനെ ഒരു മികച്ച കാമോദ്ദീപന ഔഷധമായാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം വിഥാനിയ സൊംനിഫറ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ അമുക്കുരം, അശ്വഗന്ധ, പീവട്ട, പിവട്ട എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ വിഥാനിയ റൂട്ട്, വിൻ്റർ ചെറി, പോയിസൺ ഗൂസ്ബെറി എന്നൊക്കെയാണ് വിളിക്കുക. സംസ്കൃതത്തിൽ ഇതിനെ അശ്വഗന്ധ, വാജിഗന്ധ, തുരംഗഗന്ധ, ഖയഗന്ധ, വാരാഹ, വരദ, കുഷ്ഠഗന്ധിനി, വരാഹകർണി, കാർണി, ബലാദ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ വേരിന് കുതിരയുടെ ഗന്ധമുണ്ട്. അതുകൊണ്ടാണ് അശ്വഗന്ധ എന്ന പേരുണ്ടായത്. ഹിന്ദിയിൽ ഇതിനെ അശ്ഗന്ധ് എന്നാണ് വിളിക്കുക. തമിഴ് ഭാഷയിൽ ഇതിനെ അമുക്കുര, അമുക്കുരക്കിഴങ്ങ്, അമുക്കിനക്കിഴങ്ങ്, അച്ചുവാകേന്തിക്കിഴങ്ങ് എന്നൊക്കെ വിളിക്കാറുണ്ട്. തെലുങ്ക് ഭാഷയിൽ ഇതിനെ അശ്വഗന്ധി, പെന്നരുഗണ്ഠ എന്നൊക്കെ വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് നന്നായി വളരുന്നത്. ഈ സസ്യത്തിന് വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. അമുക്കുരം ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ഔഷധാവശ്യങ്ങൾക്കായി കൃഷി ചെയ്തു വരുന്നുണ്ട്. അമുക്കുരം മഹാരാഷ്ട്ര, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ വന്യമായും സ്വാഭാവികമായും വളരാറുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, മഹാരാഷ്ട്ര, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വന്യമായും കൃഷി ചെയ്തും അമുക്കുരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും വന്യമായി വളരുന്നതിനാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. കേരളത്തിലും ചിലരൊക്കെ അമുക്കുരം കൃഷി ചെയ്യുന്നുണ്ട്. രൂപവരണത്തെ നോക്കാം. ഏകദേശം 1 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കുറ്റിച്ചെടിയാണിത്. കാണ്ഡവും ശാഖകളും ഇലകളുമെല്ലാം രോമിലമാണ്. ഈ സസ്യം 3-4 കൊല്ലം കൊണ്ട് നശിച്ചു പോകുന്നതാണ്. ഇലകൾ ദീർഘവൃത്താകാരവും 4 ഇഞ്ചോളം വ്യാസമുള്ളതുമാണ്. കടും പച്ച നിറമാണിവയ്ക്ക്. പൂക്കൾ ചെറുതും പത്രകക്ഷങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതുമാണ്. പൂക്കൾ ഒറ്റയ്ക്കും കൂട്ടമായും ഉണ്ടാകാറുണ്ട്. പച്ച കലർന്ന മഞ്ഞ നിറമാണ് പൂക്കൾക്ക്. ഫലങ്ങൾ ഉരുണ്ട് പച്ച നിറത്തിൽ ഏതാണ്ട് ചുണ്ടക്കായുടെ ആകൃതിയിലായിരിക്കും. പഴുക്കുമ്പോൾ നല്ല ചുവപ്പ് നിറമാകും. ഒരു ഫലത്തിൽ ചെറിയ പരന്ന അനേകം വിത്തുകൾ കാണും. വേരുകൾക്ക് വിരലിൻ്റെ വണ്ണമുണ്ടാകും. വേരുകൾക്ക് 25 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. വേരിൻ്റെ അഗ്രഭാഗത്ത് നാര് കുറവായതിനാൽ ഒടിക്കാനും ഉണക്കിപ്പൊടിച്ച് എടുക്കാനും എളുപ്പമാണ്. വേരിന് കുതിരയുടെ മൂത്രത്തിൻ്റേതുപോലുള്ള രൂക്ഷമായ മണമുണ്ട്. ഇനങ്ങളെ നോക്കാം. വിത്താനിയ അശ്വഗന്ധ എന്ന സസ്യമാണ് ഇന്ന് കൃഷി ചെയ്യുന്ന അമുക്കുരം. വിത്താനിയ സോണിഫെറിയ എന്ന സസ്യമാണ് വനത്തിലുണ്ടാകുന്ന അമുക്കുരം. ഇവ തമ്മിൽ ഗുണത്തിലും ആകൃതിയിലും കുറച്ച് അന്തരമുണ്ട്. വനത്തിലുണ്ടാകുന്നതിനാണ് ഗുണം കൂടുതൽ. ഉൽപ്പന്നങ്ങളെ നോക്കാം. അമുക്കുരം ചേർത്തുണ്ടാക്കുന്ന ധാരാളം ആയുർവേദ ഉൽപ്പന്നങ്ങളും ഔഷധ ചേരുവകളും കമ്പോളങ്ങളിൽ ലഭ്യമാണ്. ഷാമ്പുകളിൽ ഉപയോഗിക്കുന്ന പ്രധാന ചേരുവകളിൽ ഒന്നാണ് അശ്വഗന്ധ അഥവാ അമുക്കുരം. രാസഘടകങ്ങളെ നോക്കാം. ഇതിൻ്റെ കിഴങ്ങിൽ നിന്നും അനാഹൈഗ്രിൻ, കസ്കോഹൈഗ്രിൻ, ഹൈഗ്രിൻ, ട്രോപ്പിൻ, കോളിൻ, സൊംനിഫെറിൻ, വിഥാനിൻ, സ്യൂഡോട്രോപ്പിൻ തുടങ്ങി 13 തരം ആൽക്കലോയിഡുകൾ വേർതിരിച്ചെടുക്കുന്നു. കൂടാതെ വേരിൽ നിന്നും ബാഷ്പശീല തൈലവും കൊഴുപ്പുള്ള സ്ഥിരതൈലവും വേർതിരിക്കുന്നുണ്ട്. ഇലയിൽ നിന്നും വിത്തനോലൈഡ്സ് എന്ന ഒരു ആൽക്കലോയിഡ് വേർതിരിച്ചെടുക്കുന്നു. ഈ ആൽക്കലോയിഡിൽ നിന്നും വിത്താഫെറിൻ എന്ന പദാർത്ഥം വേർതിരിച്ചെടുക്കുന്നു. വിത്താഫെറിന് അണുനാശക ശക്തിയുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. അമുക്കുരത്തിൻ്റെ ഇലയും വേര് അഥവാ കിഴങ്ങുമാണ് ഔഷധയോഗ്യ ഭാഗങ്ങൾ. അമുക്കുരം ഹൃദയത്തെയും നാഡികളെയും തലച്ചോറിനെയും ഉത്തേജിപ്പിക്കുന്നു. അമുക്കുരം രോഗാണുക്കളെ നശിപ്പിക്കുന്നതാണ്. അമുക്കുരം വാതം, കഫം, വീക്കം, ക്ഷതം, ക്ഷയം, ചുമ, ജ്വരം, വിഷം, ആമവാദം, ജരാവ്യാധി നീര്, ശരീരവേദന,
തലവേദന, ചർമ്മരോഗങ്ങൾ, അർബുദം, വെള്ളപ്പാണ്ട്, ആമവാദം, വെള്ളപ്പൊക്ക്, മാനസിക പ്രശ്നങ്ങൾ, വളർച്ചക്കുറവ്, പിള്ളവാതം, വ്രണം, സന്ധിവാതം, ശ്വാസംമുട്ട് എന്നിവയെ ശമിപ്പിക്കുന്നതാണ്. അമുക്കുരത്തിന് രക്തശുദ്ധീകരണ ഗുണവും കാമോദ്ദീപന ഗുണവും നിദ്രജനക ഗുണവും വിരേചക ഗുണവും സുഖവർദ്ധക ഗുണവും ഉണ്ട്. അമുക്കുരം മുലപ്പാലിൽ പ്രതിരോധശക്തി, ശരീരബലം, ധാതുപുഷ്ടി, ആരോഗ്യം, ശുക്ലം, ലൈംഗികശേഷി, ഓജസ് എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ്. മഹാശ്വഗന്ധ ചൂർണം, അശ്വഗന്ധാരിഷ്ടം, കാമവേദഘൃതം എന്നിവയിലെ പ്രധാന ഘടകം അമുക്കുരമാണ്. ഹെർബോ മിനറൽ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ആൽബോസാഗ് എന്ന ടോണിക്കിലെ മുഖ്യ ഘടകം അമുക്കുരമാണ്. അസ്ഥിസ്രാവത്തിനും ആർത്തവദോഷത്തിനും ഉപയോഗിക്കുന്ന ലൂക്കോൾ എന്ന ഗുളികയിലും മുഖ്യ ഘടകം അമുക്കുരമാണ്. ടെൻഡെക്സ്ഫോർഡ് എന്ന അലോപ്പതി ഗുളികയിലും ബൽബറോൺ എന്ന ടോണിക്കിലും പ്രധാന ഔഷധം അമുക്കുരമാണ്. ഔഷധപ്രയോഗങ്ങളെ നോക്കാം. അമുക്കുരം പാലിൽ പുഴുങ്ങി തണലിൽ വെച്ച് ഉണക്കിപ്പൊടിച്ച് നെയ്യിലോ പാലിലോ വെള്ളത്തിലോ കലക്കിച്ചേർത്ത് 15 ദിവസത്തോളം കഴിച്ചാൽ ശരീരം വണ്ണം വയ്ക്കുന്നതാണ്. 2. കുട്ടികളുടെ ശരീര വളർച്ചാക്കുറവിന് അമുക്കുരം പൊടിച്ചത് പാലിലോ വെള്ളത്തിലോ ചേർത്ത് നൽകിയാൽ ശരീര വളർച്ചയുണ്ടാകും. 3. അശ്വഗന്ധത്തിൻ്റെ കഷായം വിധിപ്രകാരം തയ്യാറാക്കി അതിൽ അത്രയും തന്നെ പശുവിൻ പാൽ ചേർത്ത് തിളപ്പിച്ച് അതിനെ പകുതിയാക്കി വറ്റിച്ച് പതിവായി കുടിക്കുകയാണെങ്കിൽ വന്ധ്യത മാറി ഗർഭമുണ്ടാകാൻ സഹായിക്കും. 4. ഉറക്കക്കുറവ്, മാനസിക അസ്വസ്ഥത, ലൈംഗിക തകരാറ് തുടങ്ങിയ അസുഖങ്ങൾക്ക് അമുക്കുരപ്പൊടി 10 ഗ്രാം വീതം രാവിലെയും രാത്രിയും കിടക്കുന്നതിന് മുമ്പായി തേനും നെയ്യും ചേർത്ത് സേവിക്കുകയും അതിനനുസരിച്ച് പാൽ കുടിക്കുകയും ചെയ്താൽ അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും. 5. 7 പ്രാവശ്യം പാലിൽ പുഴുങ്ങി ഉണങ്ങി ശുദ്ധിയാക്കിയ അമുക്കുരം പൊടിച്ച് പാലിലോ വെള്ളത്തിലോ കലക്കി 15 ദിവസം സേവിച്ചാൽ പുതുമഴയിൽ ചെടികൾ വളരും പോലെ ശരീരം പുഷ്ടിപ്പെടും എന്നാണ് ഗ്രന്ഥവിധി. വമന വിരേചനാദി ശരീരശുദ്ധികൾ ചെയ്ത ശേഷം ഔഷധം സേവിച്ചാലേ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. 6. അമുക്കുരത്തിൻ്റെ 1, 2, 3 ഇലകൾ പതിവായി സേവിച്ചാൽ അമിതവണ്ണം കുറയുന്നതാണ്. 7. കോലരക്ക്, നന്നാറിക്കിഴങ്ങ്, വേമ്പാടത്തൊലി, കുറുന്തോട്ടി വേര്, വരട്ടുമഞ്ഞൾ, മരമഞ്ഞൾ തൊലി എന്നിവ കൊണ്ട് കഷായം വെച്ച് മഞ്ചട്ടിപ്പൊടി, കൊട്ടം, രാമച്ചം, തഴുതാമവേര് എന്നിവ അരച്ച് കലക്കി പാലും തൈർവെള്ളവും ഇരട്ടി കൂട്ടി വെളിച്ചെണ്ണയോ എണ്ണയോ ചേർത്ത് ലാക്ഷാദി തൈലം കാച്ചി അത് കഴുത്തിനു കീഴെ തേച്ചു കുളിച്ചാൽ നീര് ശമിച്ച് രക്തപ്രസാദം ഉണ്ടാകും. 8. കോലരക്ക്, കുറുന്തോട്ടി വേര്, അമുക്കുരം, മുത്തങ്ങക്കിഴങ്ങ്, കൊട്ടത്തിൻ്റെ വേരിലെ തൊലി എന്നിവ കഷായം വെച്ച് മഞ്ചട്ടിപ്പൊടി, കൊട്ടം, ഇരട്ടിമധുരം, രക്തചന്ദനം എന്നിവ അരച്ച് കലക്കി വെളിച്ചെണ്ണയോ എണ്ണയോ ചേർത്ത് കാച്ചിയരിച്ച് കഴുത്തിനു കീഴെ തലോടിയാൽ വെണ്ണീർ കരപ്പൻ ശമിക്കും. 9. മുന്തിരിങ്ങപ്പഴം, അമുക്കുരം, പുത്തിരിച്ചുണ്ട വേരിലെ തൊലി, നിലപ്പനക്കിഴങ്ങ് എന്നിവ കൊണ്ട് കഷായം വെച്ച് കദളിപ്പഴം, കടുക്ക, ഏലത്തരി, ജീരകം, ത്രികടു, ഇന്ദുപ്പ് എന്നിവ അരച്ച് കലക്കി ആട്ടിൻപാലും നെയ്യും കൂട്ടി കാച്ചിയരിച്ച് പഞ്ചസാര പത്രഭാഗം ചെയ്തു വച്ചിരുന്ന് സേവിപ്പിക്കുക. ശരീരത്തിന് പുഷ്ടിയും ഓജസ്സും ഉണ്ടാകും. ക്ഷയമൂർച്ചകൾ ശമിക്കും. നിത്യമായി സേവിച്ചാൽ ദീർഘായുസ്സുണ്ടാകും. 10. ശുക്ലത്തിൽ ബീജാണു കുറവുള്ളവർക്ക് അമുക്കുരം, കശുവണ്ടിപ്പരിപ്പ്, ബദാംപരിപ്പ്, നായ്ക്കരണപ്പരിപ്പ് എന്നിവ സമമുണങ്ങി പൊടിച്ച് നെയ്യിൽ ചാലിച്ച് അരമണ്ഡലക്കാലം സേവിച്ചാൽ ബീജാണുക്കൾ വർദ്ധിക്കുന്നതാണ്. മുണ്ടിവീക്കം വന്ന് ബീജാണു നശിച്ചവർക്ക് ഫലമുണ്ടായി എന്ന് വരില്ല. 1 മണ്ഡലമോ 3 മാസമോ സേവിക്കാം. ഇത് രക്തം ശുദ്ധമാക്കുന്നതും രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതുമാണ്. 11. അമുക്കുരം, നായ്ക്കരണപ്പരിപ്പ്, ബദാംപരിപ്പ്, അണ്ടിപ്പരിപ്പ്, കരിമ്പനിയുടെ വേര് ഇവ ഉണക്കിപ്പൊടിച്ച് സേവിച്ചാൽ ശരീരം പുഷ്ടിപ്പെടും. നാഡീദൗർബല്യം ശമിക്കും. ഉത്തേജനശേഷി ഉണ്ടാകും. 2 ആഴ്ച കൊണ്ട് തന്നെ ഫലമുണ്ടാകും. 12. പിള്ളവാതത്തിന് അമുക്കുരം പാൽ ചേർത്ത് ഉള്ളിൽ കൊടുക്കുകയും എണ്ണ കാച്ചി പുരട്ടുകയും ചെയ്താൽ ഫലമുണ്ടാവും. കുട്ടികൾ പുഷ്ടിപ്പെടുകയും ചെയ്യും. 13. അമുക്കുരം സമൂലമരച്ച് വ്രണത്തിനും വീക്കത്തിനും പുറമേ പുരട്ടിയാൽ ശമനമുണ്ടാകും.
14 സർപ്പവിഷത്തിന് വയമ്പ്, ചന്ദനം, കുരുമുളക്, കടുകുരോഹിണി, അമുക്കുരം, തിപ്പലി, ഗരുഡക്കൊടി എന്നിവ കഷായം വെച്ച് കൊടുത്താൽ ശമനമുണ്ടാകും. 15 അമുക്കുരവും തിപ്പലിയും വയമ്പും കൊട്ടവും കീഴാർനെല്ലിയും ഗ്രാമ്പൂവും വെന്ത വെള്ളത്തിൽ ഇവ തന്നെ 4 കഴഞ്ച് വീതം കൽക്കം ചേർത്ത് മണൽഭാഗത്തിൽ അരിച്ച് തേച്ചാൽ സ്തനങ്ങൾക്ക് വൃദ്ധിയും ദൃഢതയും കൈവരും. 16 200 ഗ്രാം അമുക്കുരം പൊടിച്ച് 200 ഗ്രാം കടുകെണ്ണയിൽ വറുത്ത് എണ്ണ വറ്റിച്ച് 5 ഗ്രാം വീതം രാവിലെയും വൈകിട്ടും സേവിച്ച് പാൽ കുടിക്കുന്നത് സ്തന സൗന്ദര്യത്തിന് നല്ലതാണ്. 17 അമുക്കുരവും പാൽമുതുക്കിൻ കിഴങ്ങും ഇരട്ടി മധുരവും പൊടിച്ച് രാവിലെയും വൈകിട്ടും സേവിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കും. 18 അമുക്കുരം പൊടിച്ച് 10 ഗ്രാം വീതം രാവിലെയും വൈകിട്ടും സേവിച്ചാൽ ബലവും ഓജസ്സും വർദ്ധിക്കും. 19 പാലിൽ പുഴുങ്ങി ശുദ്ധീകരിച്ച അമുക്കുരം പൊടിച്ച് സേവിച്ചാൽ ധാതുപുഷ്ടിയും ശുക്ലവർദ്ധിയും ഉണ്ടാകും. രക്താതിമർദ്ദത്തിനും നല്ലതാണ്. സ്ത്രീകളുടെ മൂത്രസംബന്ധമായ രോഗങ്ങളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. 20 അസ്ഥിസ്രാവത്തിനും ആർത്തവം ക്രമമല്ലാത്തതിനും പ്രസവശേഷി ഇല്ലാത്തതിനും വാർദ്ധക്യം മൂലമുള്ള ക്ഷീണത്തിനും പേശികളുടെ ബലക്ഷയത്തിനും പരിഹാരമായി പാലിൽ പുഴുങ്ങി ശുദ്ധീകരിച്ച അമുക്കുരം പൊടിച്ച് 1 സ്പൂൺ വീതം പാലിൽ കലക്കി സേവിക്കാവുന്നതാണ്. 21 അമുക്കുരത്തിൻ്റെ വേര്, തണ്ട്, കായ, പൂവ് ഇവ ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്ത് സേവിച്ചാൽ സന്ധിവാതം ശമിക്കുന്നതാണ്. 22 ശുദ്ധി ചെയ്ത അമുക്കുരത്തിൻ്റെ പൊടി ആടലോടക നീരിൽ ചേർത്ത് സേവിച്ചാൽ ക്ഷയരോഗം ശമിക്കുന്നതാണ്. 23 അമുക്കുരം കഷായം വെച്ച് സേവിച്ചാൽ വാതരക്തം ശമിക്കുന്നതാണ്. 24 അമുക്കുര ചൂർണം പഞ്ചസാര ചേർത്ത് സേവിച്ചാൽ കീഗ്രഹം എന്ന ഇടുപ്പ് വേദന ശമിക്കുന്നതാണ്. 25 അമുക്കുരത്തിൻ്റെ ഇലയും വേരും കൂടി കഷായം വെച്ച് സേവിച്ചാൽ പനിയും ചുമയും ശമിക്കുന്നതാണ്. 26 അമുക്കുരത്തിൻ്റെ ഇല അരച്ച് ലേപനം ചെയ്താൽ ചർമ്മരോഗങ്ങൾ ശമിക്കുന്നതാണ്. 27 അമുക്കുരത്തിൻ്റെ വേരരച്ച് ലേപനം ചെയ്താൽ ക്ഷതം ശമിക്കും. ക്ഷതം മൂലമുണ്ടായ നീരും വേദനയും തീരുന്നതാണ്. 28 വിഴാലരി, തിപ്പലി, വയമ്പ്, കൊട്ടം, അമുക്കുരം, ഗ്രാമ്പു ഇവ 4 കഴഞ്ച് വീതം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അരച്ച് എണ്ണയിൽ കലക്കി കാച്ചി മണൽഭാഗത്തിൽ അരിച്ച് സ്തനങ്ങളിൽ ലേപനം ചെയ്താൽ ശുഷ്കിച്ച സ്തനങ്ങൾക്ക് ദൃഢതയും വലിപ്പവും സൗന്ദര്യവും ഉണ്ടാകും എന്ന് സൂതികർമ്മ പ്രദീപിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. 29 ചെറുവഴുതിനച്ചാറ്, ജടാമാഞ്ചി, കോട്ടം, ശതാവരി, അമുക്കുരം എന്നിവ കൽക്കമായി എണ്ണയിൽ 4 ഇരട്ടി പാലും ചേർത്ത് കാച്ചിയരിച്ച് ലേപനം ചെയ്ത് മർദ്ദിച്ചാൽ ലിംഗത്തിന് ബലവും വലിപ്പവും ഉണ്ടാകും. 350 ഗ്രാം അമുക്കുരം, 350 ഗ്രാം ശതാവരിക്കിഴങ്ങ്, 350 ഗ്രാം തഴുതാമ വേര് എന്നിവ എടുക്കുക. കൂടാതെ ഇലവർങ്ങപ്പട്ട, കണ്ടിവെണ്ണ, ചന്ദനപ്പൊടി, നെല്ലിക്ക, കൊട്ടം, ഗ്രാമ്പു, ജാതിപത്രി, ചെറുനാഗപ്പൂ, വെട്ടിവേര്, ചെറുമുല്ല വേര്, താന്നിക്ക, കടുക്ക, ചുക്ക്, രാമച്ചം, ഏലം, ഓമം, ജാതിക്ക, ഈത്തപ്പഴം, ഇരട്ടിമധുരം, മുന്തിരിങ്ങ ഇവ ഓരോന്നും 105 ഗ്രാം വീതം എല്ലാം ഉണക്കിപ്പൊടിച്ച് കൽക്കണ്ടം ചേർത്ത് 1 നേരം 3 ഗ്രാം വീതം നെയ്യിലോ തേനിലോ സേവിക്കുക. ഗ്രഹണി, ഗുന്മം, ക്ഷയം, കാമില, പ്രമേഹം, വെള്ളപ്പാണ്ട്, അഗ്നിമാന്ദ്യം, വാദം, അസ്ഥിജ്വരം, ക്ഷയം മുതലായ രോഗങ്ങൾ ശമിക്കുന്നതാണ്. സിദ്ധവൈദ്യത്തിലെ ഈ യോഗത്തിൽ ശുദ്ധി പറഞ്ഞിട്ടില്ല. 31 7 തവണ പാലിൽ പുഴുങ്ങി ഉണങ്ങി ശുദ്ധി വന്ന അമുക്കുരം, 105 ഗ്രാം ഏലം, ചുക്ക്, കൂവനൂറ് ഇവ ഓരോന്നും 52.5 ഗ്രാം വീതം, ഗ്രാമ്പു, ചെറുനാഗപ്പൂ എന്നിവ 70 ഗ്രാം വീതം, കുരുമുളക് 140 ഗ്രാം, തിപ്പലി 250 ഗ്രാം ഇവ പൊടിച്ച് 2 നേരം 3 ഗ്രാം വീതം ഇഞ്ചി നീരിൽ കലർത്തി കഴിച്ചാൽ രുചിക്കുറവ്, വയറുവേദന, ചുമ, കഫം മുതലായവയും ക്ഷയവും ശമിക്കുന്നതാണ്. 32 സ്പോണ്ടിലൈറ്റിസിന് ശുദ്ധി ചെയ്ത അമുക്കുരം 4 ഗ്രാം വീതം 3 മാസം തേനിലോ പാലിലോ സേവിച്ചാൽ ശമനമുണ്ടാകും. 33 പ്രമേഹത്തിന് ശുദ്ധി ചെയ്ത അമുക്കുരപ്പൊടി ദീർഘകാലം 1 വർഷമെങ്കിലും സേവിക്കുകയും അവസ്ഥാനുസരണം മറ്റു പ്രമേഹ ഔഷധങ്ങൾ കൊടുക്കുകയും
പഥ്യാഹാരവും വ്യായാമവും ശീലിച്ച് ജീവിത രീതി ക്രമീകരിക്കുകയും ചെയ്താൽ പ്രമേഹം ഗണ്യമായി കുറയുകയോ ഒരുപക്ഷെ ഔഷധമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയോ ചെയ്യും. 34. അമുക്കുരം, പുത്തരിച്ചുണ്ട വേര്, വയൽച്ചുള്ളി വേര്, കുറുന്തോട്ടി സമൂലം, കൊന്നത്തൊലി, കൂവളത്തിൻ തൊലി ഇവ ഒരു ഫലം വീതം, അതായത് 60 ഗ്രാം വീതം എടുത്ത് കഷായം വെച്ച് 8-1 രാവിലെയും വൈകിട്ടും സേവിച്ചാൽ അമിതമായ ക്ഷീണം, ചുട്ടുനീറ്റൽ, ശരീരവേദന മുതലായവ ശമിക്കും. ശരീരപുഷ്ടിയും ശുക്ലവർദ്ധിയും ഉണ്ടാകും. 35. ചുവന്ന 7 ഇതളുള്ള ചെമ്പരത്തിയുടെ വേരും ശതാവരിക്കിഴങ്ങും അമുക്കുരവും കദളിവാഴക്കിഴങ്ങും ചിറ്റമൃതും കൂടി കഷായം വെച്ച് ആർത്തവത്തിന് മുൻപായി ഒരാഴ്ച സേവിച്ചാൽ ആർത്തവ സമയത്തെ അമിതവേദന ശമിക്കും. അങ്ങനെ 4 മാസം തുടർന്നാൽ പിന്നീട് അമിതമായ ആർത്തവ വേദന ഉണ്ടാവില്ല. 36. അമുക്കുരത്തിൻ്റെ വേര് ഉണക്കിപ്പൊടിച്ച് 6 ഗ്രാം മുതൽ 10 ഗ്രാം വരെ പാലിൽ കലക്കി കുടിച്ചാൽ ആമവാദം, സന്ധിവാദം, കേവലവാദം, നാഡീദൗർബല്യം, നിദ്രാരാഹിത്യം, ശുക്ലക്ഷയം, ലൈംഗിക ദൗർബല്യം, ശരീരക്ഷീണം, തളർച്ച, തലവേദന, ശരീരവേദന എന്നിവ ശമിക്കും. 37. അമുക്കുരവും ആട്ടിൻ മാംസവും ചേർത്തുണ്ടാക്കുന്ന അജാശ്വഗസാദി തൈലം ലേഹ്യം വാജീകരണത്തിനും ശുക്ലവൃദ്ധിക്കും, കൃശനെ തടിപ്പിക്കാനും, മനസന്തോഷത്തിനും ടെൻഷൻ കുറയ്ക്കാനും നല്ലതാണ്. അല്പമാത്രയിൽ തുടങ്ങി ക്രമേണ കൂട്ടി കഴിക്കേണ്ടതാണ്. 38. 20 മില്ലി അശ്വഗന്ധാരിഷ്ടത്തിൽ മാനസമിത്ര വടകം ചേർത്ത് സേവിക്കുന്നത് മാനസിക അസ്വസ്ഥതകളും ടെൻഷനുകളും ശമിപ്പിക്കുന്നതാണ്. 39. പാലിൽ പുഴുങ്ങി വറ്റിച്ച് ഉണക്കി എടുത്ത അമുക്കുരം 180 ഗ്രാം, കറുവപ്പട്ട 6 ഗ്രാം, നാഗപ്പൂവ് 12 ഗ്രാം, കുരുമുളക് 48 ഗ്രാം, തിപ്പലി 72 ഗ്രാം ഇവ നല്ലവണ്ണം പൊടിച്ച് സമം കരിപ്പെട്ടി ചക്കര ചേർത്ത് ഇടിച്ചു വെച്ചിരുന്ന് ദേഹബലവും രോഗബലവും നോക്കി ഒരു ചെറിയ സ്പൂൺ വരെ പാലിൽ കലക്കി 2 നേരവും സേവിക്കുക. രക്തക്കുറവ് കൊണ്ടുള്ള നീര്, വിളർച്ച, കരപ്പൻ, മെലിച്ചിൽ, ചുമ, ഉഷ്ണാധിക്യം, അസ്ഥിസ്രാവം ഇവ ശമിക്കും. ധാതുപുഷ്ടിയും ദേഹകാന്തിയും ഉണ്ടാകും. ദേഹാധ്വാനവും ഗുരുവും രൂക്ഷവുമായ ഉഷ്ണവുമായ ആഹാരവും ഒഴിവാക്കണം. 40. 1 ഗ്ലാസ് വെള്ളത്തിൽ 5 ഗ്രാം അമുക്കുരപ്പൊടിയും 1 ടീസ്പൂൺ തേനും ചേർത്ത് ദിവസവും സേവിച്ചു വന്നാൽ സപ്തതി കഴിഞ്ഞും അത്യാവശ്യം ചെറിയ കൃഷിപ്പണികൾ ചെയ്യുവാനുള്ള ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. 41. അമുക്കുരം പൊടിച്ചത് തേനിലോ പാലിലോ ചേർത്ത് ചർമ്മത്തിൽ പുരട്ടുന്നത് ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കുവാൻ നല്ലതാണ്. 42. ഇളം ചൂടുപാലിൽ അമുക്കുരം ചേർത്ത് കഴിക്കുന്നത് സുഖനിദ്ര ലഭ്യമാക്കുവാനും മാനസിക സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കുവാനും മികച്ചൊരു ഉപാധിയാണ്. 43. അമുക്കുരം പൊടി പാലിലോ നെയ്യിലോ ചേർത്ത് 2 ആഴ്ചയോളം സേവിച്ചാൽ ശരീരഭാരം കുറയുന്നതാണ്. 44. അമുക്കുര വേര് പാലിൽ ചേർത്ത് കഴിക്കുന്നത് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു. ശരീരത്തിൻ്റെ ക്ഷീണവും തളർച്ചയും ഇല്ലാതാക്കുവാനും അഡ്രിനാലിൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഹോർമോൺ ഉൽപ്പാദനം നടത്തുവാനും ഇതിൻ്റെ ഉപയോഗം നല്ലതാണ്. 45. 1/2 സ്പൂൺ അമുക്കുരപ്പൊടി നെല്ലിക്ക നീര് ചേർത്ത് സ്ഥിരമായി കഴിക്കുന്നത് നിത്യയൗവനം പ്രദാനം ചെയ്യുമെന്ന് പറയപ്പെടുന്നു. കൃഷി സംബന്ധമായ കാര്യങ്ങളെ നോക്കാം. വിത്ത് മുളപ്പിച്ചാണ് ചെടികൾ വളർത്തുന്നത്. 6-7 ദിവസങ്ങൾ കൊണ്ട് വിത്ത് മുളയ്ക്കും. ഏകദേശം 40 ദിവസം പ്രായമായ തൈകൾ പ്രധാന കൃഷിയിടത്തിലേക്ക് മാറ്റി നടാവുന്നതാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ തൈകൾ തമ്മിൽ ഏകദേശം 30 മുതൽ 40 സെൻറ്റിമീറ്റർ അകലത്തിലാണ് നടേണ്ടത്. ഇളം ചുവന്ന നിറമുള്ള മണ്ണിലും മണലടങ്ങിയ നല്ല നീർവാർച്ചയുള്ള മണ്ണിലും അശ്വഗന്ധച്ചെടി നന്നായി വളരും. മണ്ണിൻ്റെ pH മൂല്യം 7.5-നും 8-നും ഇടയിലായിരിക്കണം. വളർച്ചയുടെ ഘട്ടത്തിൽ വേനലാണ് അഭികാമ്യം. 20 ഡിഗ്രി സെൽഷ്യസിനും 38 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള കാലാവസ്ഥയാണ് ചെടികൾ വളരാൻ അനുയോജ്യം. മണ്ണിര കമ്പോസ്റ്റ്, പച്ചിലവളം എന്നിവയാണ് ഏറ്റവും നല്ല വളർച്ചാ സഹായികൾ. തൈകൾ നട്ട് 6 മാസം കൊണ്ട് വിളവെടുപ്പിന് പാകമാകും. ഇതിലുണ്ടാകുന്ന കായ്കൾ പുഴുങ്ങുമ്പോൾ കിഴങ്ങ് പറിച്ച് ഉണക്കി വിൽക്കാവുന്നതാണ്. ശുദ്ധീകരണ പ്രക്രിയ നോക്കാം.
മനുഷ്യ ശരീരത്തിന് ദോഷകരമായ ചില രാസഘടകങ്ങൾ അമുക്കുരത്തിൽ അടങ്ങിയിട്ടുണ്ട്. അവയെ നിർവീര്യമാക്കാനായി അമുക്കുരം ശുദ്ധി ചെയ്യേണ്ടതുണ്ട്. 7 പ്രാവശ്യം പാലിൽ പുഴുങ്ങി ശുദ്ധിയാക്കിയ അമുക്കുരം തണലിൽ ഉണക്കിയ ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അമുക്കുരം ശുദ്ധി ചെയ്യുന്നതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അമുക്കുരം ആദ്യം മഞ്ഞൾ വെള്ളത്തിൽ ശുദ്ധി ചെയ്യണമെന്നാണ് മദനപാല നിഘണ്ടുവും രാജവല്ലഭ നിഘണ്ടുവും പറയുന്നത്. പുഴുങ്ങുവാൻ ഉപയോഗിക്കുന്നത് ഒറ്റ നിറമുള്ളതും കുട്ടി ജീവിച്ചിരിക്കുന്നതുമായ പശുവിൻ്റെ ധാരോഷ്ണമായ പാലാണ് ഏറ്റവും നല്ലത്. അതും കറുത്ത പശുവിൻ്റെ പാലാണെങ്കിൽ ബഹുവിശേഷമാകും. എന്നാൽ ശുദ്ധീകരണ പ്രക്രിയയിൽ പിന്നീട് ചില ധാരണകൾ ഉണ്ടായി. ഒരിടയ്ക്ക് സാധാരണ ആവശ്യങ്ങൾക്ക് അമുക്കുരം 3 പ്രാവശ്യം പാലിൽ പുഴുങ്ങി ഉണങ്ങിയാൽ മതിയാകും എന്ന്, രസായന ആവശ്യങ്ങൾക്ക് 7 പ്രാവശ്യം പാലിൽ പുഴുങ്ങി ഉണങ്ങണം എന്നുമായി ചുരുക്കി. പിന്നീട് അത് അമുക്കുരം നേർക്കെ പാലൊഴിച്ച് 3.5 മണിക്കൂർ ചെറുതീയിൽ എരിച്ച് വാങ്ങി ഉണങ്ങി പൊടിച്ചാൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് ശുദ്ധമാവും എന്നതാക്കി മാറ്റി. കച്ചവടക്കാർ ഇപ്പോൾ അതും ഇല്ലാതാക്കിയ അവസ്ഥയാണ് ഉള്ളത്. പാർശ്വഫലങ്ങളെ നോക്കാം. പുരുഷന്മാർ അമുക്കുരം തുടർച്ചയായി 14 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതല്ലെന്ന് പറയപ്പെടുന്നു. എന്നാൽ സ്ത്രീകൾക്ക് അത്ര പ്രശ്നമല്ലത്രേ. 2. അമുക്കുരം ഇന്നും ആവശ്യത്തിന് അനാവശ്യത്തിനും വിദഗ്ധരുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കുന്ന പ്രവണത കണ്ടുവരുന്നു. ഇത് ദോഷം ചെയ്യുന്നതാണ്. 3. അമുക്കുരത്തിൻ്റെ കായയ്ക്ക് വിഷസ്വഭാവമുണ്ട്. ഇത് ഉള്ളിൽ ചെന്നാൽ വയറിളക്കം ഉണ്ടാക്കും. 4. ഗർഭിണികൾ അമുക്കുരം കഴിക്കുന്നത് ഗർഭസ്ഥ ശിശുവിനെ ദോഷകരമായി ബാധിക്കും. 5. അമുക്കുരം കൂടിയ അളവിൽ ദീർഘകാലം ഉപയോഗിക്കുന്നത് ചില ആളുകളിൽ തൈറോയ്ഡ് വർദ്ധിപ്പിക്കുകയും തൈറോടോക്സിക്കോസിസിന് കാരണമാവുകയും ചെയ്യും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 6. ഉയർന്ന രക്തമർദ്ദം, അൾസർ എന്നിവയുള്ളവർ അമുക്കുരം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മായം നോക്കാം. അക്കാന്തേസി സസ്യകുടുംബത്തിൽപ്പെട്ട റുബെല്ലിയ ടുബറേസി എന്ന സസ്യത്തിൻ്റെ വേര് അമുക്കുരത്തിന് പകരമായി വിൽക്കുന്നുണ്ട്. അമുക്കുരത്തെ അപേക്ഷിച്ച് ഇവ ഒടിയാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് ഔഷധ ഗുണം തീരെയില്ല. 2. മാർക്കറ്റിൽ കിട്ടുന്ന അമുക്കുര ചൂർണം വിധിപ്രകാരം ശുദ്ധി ചെയ്തവയായി ഇരിക്കണമെന്നില്ല. മാർക്കറ്റിൽ കിട്ടുന്ന അമുക്കുര ചൂർണം വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. എന്നാൽ പാലിൽ പുഴുങ്ങി ഉണങ്ങിയതിന് ആ നിറം ഉണ്ടാകാറില്ല. 3. മാർക്കറ്റിൽ കിട്ടുന്ന അമുക്കുരം പലതും എക്സ്ട്രാക്റ്റ് എടുത്തവയാണ്. അതിന് ഗുണം തീരെ ഉണ്ടാവില്ല. ഇതിൽ പറഞ്ഞ ഔഷധപ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.